നമ്മയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ആരാധനാ ജീവിതത്തിൽ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ പെരുന്നാൾ ആഘോഷത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. സഭയുടെ ആരാധനാ ജീവിതത്തിൽ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്ന് പറയുന്നതും നിരന്തരമായവരുടെ മധ്യസ്ഥതയിൽ ആരാധനയിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ച് മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥത എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വിശ്വാസ തലം കൂടിയാണ്. കാലങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച് ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അവനുള്ള ശരിയായ ബോധ്യത്തോടുകൂടെ വളർന്ന ജീവിതം ഹോമിച്ചിട്ടുള്ളവരുണ്ട്, സ്വാഭാവിക മരണം പ്രാപിച്ചിട്ടുള്ളവരുണ്ട്. നമുക്കറിയാം, ഗീവർഗീസ് സഹോദ സാക്ഷിമരണം പ്രാപിച്ച ആളാണ് വളരെ ചെറിയ പ്രായത്തിൽ. ഈ രക്തസാക്ഷികളെ തന്നെ നാം പരിശോധിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള രക്തസാക്ഷികളെ കുറിച്ച് സാധാരണ പറയാറുണ്ട്. ഒന്ന് റെഡ് മാറ്റിയസ് എന്ന് പറയും. ഒരാരാധന ചോദിച്ചാൽ തങ്ങളുടെ രക്തത്തിൽ കുളിച്ച് മരണം വരിച്ചവരാണ്. ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തത്തിൽ കുളിച്ച് അവരാണ് റെഡ് മാറ്റിയേഴ്സ് എന്നറിയപ്പെടുന്നത്. മറ്റു കൂട്ടർ വൈറ്റ് മാറ്റിയേഴ്സാണ്. അവരും സഹതായ്ക്ക് ചേർന്ന നിലയിൽ വലിയ പ്രതിസന്ധികളും പീഡകളും സഹിച്ചിട്ടാണെങ്കിലും മരണം സ്വാഭാവിക മരണമായിരുന്നു. അതുകൊണ്ട് അവരെ ശ്വേതസഹതയന്മാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിൽ രക്തസാക്ഷിയായി മരിച്ച അല്ലെങ്കിൽ ചുവന്ന സഹതായിരിക്കുന്ന ആളാണ് ഗീവർഗീസ് സഹത. സഭയുടെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ദേവാലയങ്ങളിലും, പ്രത്യേകിച്ച് ആ ഒരു വിശുദ്ധന്റെ മധ്യസ്ഥയിലല്ലാത്ത ദേവാലയത്തിലും ഈ സന്ദർഭങ്ങളിൽ പെരുന്നാളിൻ്റെതായിട്ടുള്ള ചെറുതോ വലുതായിട്ടുള്ള കൂടിവരവുകളൊക്കെ ഈ സമയത്തുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തലമുറയിൽ നാം വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ബോധ്യമായിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച നമ്മുടെ ഈ കാവിൽ പിതാവിനെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വ്യഥകളെ ഈ തലമുറയിൽ സ്വാംശീകരിപ്പാൻ, അതിനെ നമ്മുടെ ആഘോഷത്തിൽ സ്മരിപ്പാൻ, അനന്തര തലമുറയ്ക്ക് അത് പങ്കിട്ട് കൊടുക്കാനുമുള്ള വലിയൊരു നിയോഗമാണ് നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മധ്യസ്ഥ ജീവിതത്തിലും പെരുന്നാൾ ആഘോഷത്തിലൊക്കെ നമ്മൾ മറന്നു പോകുന്ന ഏറ്റവും കാതലായിട്ടുള്ള ഒരു സംഭവം അതാണ്. എന്ത്? അവർ നമുക്ക് വേണ്ടി നിർവഹിച്ച സാക്ഷി ജീവിതവും സാക്ഷി മരണവും അത് ശരിയായ നിലയിൽ അവതരിപ്പിക്കുവാനായിട്ട് പരാജയപ്പെടുന്ന പെരുന്നാളുകൾ ഏറി വരുന്നു എന്നുള്ളത് വാസ്തവത്തിൽ സഭയായി രണ്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ആബാലവൃദ്ധ ജനങ്ങളും അറിയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഉത്സവമൊന്നുമല്ല, ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയ ചില വാക്കുകളാണ് അതൊക്കെ. അതുകൊണ്ട് അതിനപ്പുറം അവരുടെ ജീവിതം നമ്മിലൂടെ ഈ തലമുറയോട് സംവേദിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അവർ ക്രിസ്തുവിനെ എങ്ങനെ അനുഗമിച്ചുവോ ആ അനുഗമിക്കുവാനായിട്ടുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണിത്. അതിനപ്പുറം നമ്മൾ പലപ്പോഴും നമുക്കറിയാമല്ലോ, തേങ്ങ അരയ്ക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങ തൊണ്ടൂടെ ചേർന്നിട്ടുള്ളതാണ്. തേങ്ങ അരയ്ക്കുക എന്ന് പറഞ്ഞാൽ തൊണ്ടരച്ചിട്ട് കാര്യം വല്ല ഉണ്ടോ? തൊണ്ടരച്ചിട്ട് കാര്യമില്ല. തൊണ്ട് കൊള്ളാം, എന്തിനു കൊള്ളാം? അത് നല്ലതുപോലെ കുതിർത്തത് അല്ലെങ്കിൽ ചകിരിയാക്കി കയറ് പിരിച്ചാൽ സുബോധമുള്ളവന് വെള്ളം കോരാൻ കൊള്ളാം, സുബോധമില്ലാത്തവന് ആത്മഹത്യയായും കൊള്ളാം. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ തേങ്ങ അരയ്ക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് നമ്മളാരും തൊണ്ടരയ്ക്കാറില്ല. പക്ഷെ ഇപ്പൊ പലപ്പോഴും വിശ്വാസ വിഷയങ്ങളിൽ തൊണ്ടാണോ അരയ്ക്കുന്നതെന്ന് എനിക്ക് സംശയമല്ല, ഒരു പരിധി അത് പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഈ പെരുമല പെരുന്നാളിന് ഞാൻ കഴിഞ്ഞ 34 വർഷങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? പദയാത്രയായിട്ട് പോവുകയാണ് ഇവിടുന്ന്. പദയാത്രയായിട്ട് പോകുമ്പോൾ അതിന് മുമ്പിൽ ഒരു പാട്ട് കാണും. ആ പാട്ടിൽ പാടുന്ന ഇതാണ്, ഒരു സ്റ്റാൻസയാണ്: മാർ ഗ്രിഗോറിയോസ് പരിശുദ്ധൻ തിരുമേനി ചേർക്കണമേ ഞങ്ങളെ കർത്തൻ രാജ്യത്തിൽ. അബ്സല്യൂട്ട് നോൺസെൻസ്. മാർ ഗ്രിഗോറിയോസ് പരിശുദ്ധൻ തിരുമേനി ചേർക്കണമേ ഞങ്ങളെ കർത്തൻ രാജ്യത്തിൽ. തിരുമേനി ഇതേ കാര്യം കർത്താവിനോട് പറഞ്ഞു. ഇതിന് മേളിലൊരു തിരുമേനി ഉണ്ടല്ലോ. പരിമല തിരുമേനിക്കാണ് നമ്മളെ ദൈവരാജ്യത്തിൽ ചേർക്കാനുള്ള അവകാശമെങ്കിൽ മേളിലിരിക്കുന്ന തിരുമേനിയുടെ പണി എന്താ നമ്മൾ ആലോചിച്ച് നോക്കണം. തിരുമേനി ഇതേ കാര്യം പറയുകയാണ്. എന്താണ്? എന്നെ കൂടെ മാത്രമല്ല,
ഈ സഭയിൽപ്പെട്ടവരും സമൂഹത്തിൽപ്പെട്ടവരുമായ കുറെ അധികം പേരുണ്ട്. അവരെ കൂടെ നിന്റെ രാജ്യത്തിലാക്കണം. നമുക്ക് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്, എവിടെയാണ് പറയേണ്ടത്? നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ഒരു പരിധി വരെ ഞങ്ങളുടെ കുറ്റം കൊണ്ടാണ്. ഒരു കാതോലിക്ക കബറടങ്ങിയിരിക്കുന്ന സ്ഥാപനത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ഇറക്കി ബദൽ പറയുന്നത്, ഞങ്ങളോട് കരുണ തോന്നണമേ. ബാബാട് പറയുകയാണ്, ഞങ്ങളോട് കരുണ തോന്നണമേ. കരുണ തോന്നാൻ അപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കരുണ തോന്നണമേ, പാപം മോചിക്കണമേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന കണ്ടു. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ നടത്തിപ്പുകാർക്കും നടക്കുന്നവർക്കും സുബോധമില്ലാതെ വരുന്നൊരു കാലഘട്ടമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെയാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിശ്വാസ വിഷയങ്ങളിൽ ആഴമായ ബോധമുണ്ടാവുകയും വിശ്വാസ ബോധമില്ലാതെ ആരാധനാ സംവിധാനത്തിൽ ഇടപെട്ടാൽ ആരാധനയും നശിക്കും, ജീവിതവും നശിക്കും. അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്ന കാലമാണ് പെരുന്നാളിനെ സംബന്ധിച്ച്. ഇത് മലങ്കര സഭ മുഴുവനും കൂടെ തീർത്താലും ഞാൻ ഇനി അത് പറയും. കാരണം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മൊത്തം സഭയും കൂടെ തീർത്താലും ഞാനത് പറയും. വാസ്തവത്തിൽ സഭയുടെ വിശ്വാസ അടിസ്ഥാനത്തെ അങ്ങേയറ്റം ഹനിക്കുന്ന തലത്തിലേക്ക് പെരുന്നാൾ ആഘോഷങ്ങൾ സമൂലമായി മാറിയിരിക്കുന്നു. ഒരു ഗതിയും ഈ പെരുന്നാൾ ആഘോഷം കൊണ്ട് ഒരു വ്യക്തിക്കോ ഒരിടവകയ്ക്കോ ലഭിക്കുന്നില്ലാത്ത, ലക്ഷക്കണക്കിന് കാശ് പഠിക്കാമെന്നുള്ളതല്ലാതെ കാര്യമാത്രമായ ഇൻസൈറ്റ് ഇല്ലാത്ത ഏത് കാര്യത്തിനും എന്ത് പ്രയോജനമാണുള്ളത്? തലത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണിത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് വന്ന യഹൂദന്മാരുടെ പ്രമാണിമാരുണ്ടായിരുന്നല്ലോ, അവര് കർത്താവിനോട് രണ്ടുപേരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒന്നാരെയാ? മോശ. ഞങ്ങൾക്കൊരു പിതാവുണ്ട്, ആളുടെ പേരെന്താണ്? മോശ. ഈ മോശ ആരാണ്? മരുഭൂമിയിൽ മന്ന തന്നവനാണ്. ഇപ്പൊ കർത്താവ് പറഞ്ഞു, മരുഭൂമിയിൽ മന്ന തന്ന മോശയല്ല, എന്റെ പിതാവാണ്, ജീവന്റെ അപ്പം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പിതാവിനെ കുറിച്ച് പറഞ്ഞു, അബ്രഹാമിനെ കുറിച്ചാണ്. ആ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾക്കൊരു പിതാവുണ്ട്, ആരാണ്? അബ്രഹാമാണ്. ഇപ്പൊ കർത്താവ് പറഞ്ഞു, ഈ അബ്രഹാം എന്ന് പറയുന്നവൻ എന്റെ ദിവസം കാണാൻ ആഗ്രഹിച്ചവനാണ്, കാണുകയും സന്തോഷിക്കുകയും ചെയ്തവനാണ്. നിങ്ങൾക്ക് അബ്രഹാമിനെ മനസ്സിലായിട്ടില്ല. നമ്മൾ ഓർത്തു നോക്കുകയും, അവർക്ക് മോശയെ അറിയാമെന്ന് അവർ അവകാശപ്പെടുന്നു, അറിയേണ്ട പോലെ അറിയില്ല. അബ്രഹാമിനെ അറിയാമെന്ന് അവകാശപ്പെടുന്നു, അറിയേണ്ടതുപോലെ അറിഞ്ഞുകൂടാ. പക്ഷേ മോശയുടെയും അബ്രഹാമിന്റെയും സൃഷ്ടാവായിരിക്കുന്നവൻ, അവനെ വീണ്ടെടുക്കുവാനുള്ള കാൽച്ചോട്ടിൽ മനുഷ്യാവതാരം ചെയ്ത് നിൽക്കുന്ന ഈ ദൈവത്തെയും അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് മോശയെ അറിയാം, അബ്രഹാമിനെ അറിയാം, സൃഷ്ടാവായ ദൈവം കാൽച്ചോട്ട് നിൽക്കുമ്പോൾ മനസ്സിലാകുന്നില്ലാത്തൊരു ഗതികേട് മലങ്കര സഭയ്ക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളല്ല, നിങ്ങൾക്ക് മേലിൽ ഞങ്ങളും ഞങ്ങൾക്ക് മേലിലുള്ളവരുമൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. പോകട്ടെ, അതുകൊണ്ട് വലിയ വീണ്ടുവിചാരം ആവശ്യമുള്ള ഒരു ചരിത്ര സന്ധിയിൽ നാം എത്തി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. നിങ്ങൾ എങ്ങനെ കണ്ടാലും എനിക്ക് വിരോധമില്ല. ഈ സന്ധിയിൽ നിങ്ങളുമൊത്ത് അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഈ വാക്യം ആക്ഷരികമായിട്ട് അവതരിപ്പിച്ചാൽ രണ്ട് കുഴപ്പങ്ങൾ ഈ വാക്യത്തിലുണ്ട്. ഒന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എന്നൊരു പ്രയോഗമുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ടോ? അങ്ങനെയൊക്കെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന പലരുമുണ്ട്. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് ഒരു കുറവുമില്ല. സകല തലമുറകളിലും സകല മനുഷ്യരെയും സകല സൃഷ്ടിയെയും വീണ്ടെടുക്കുവാൻ പര്യാപ്തമായിട്ടുള്ള, മറ്റാർക്കും പകരം വെക്കാൻ കഴിയാത്ത വീണ്ടെടുപ്പ് പദ്ധതി, കഷ്ടാനുഭവമാണ് കർത്താവ് നിർവഹിച്ചത്. പിന്നെ എന്താണ് അതിന്റെ അർത്ഥമെന്നുള്ളത് പ്രധാന ചോദ്യമാണ്. പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് പൂരിപ്പിക്കേണ്ടത് അവന്റെ ശരീരമായ സഭയാണ്. സഭയുടെ നിയോഗം എന്താണെന്ന് വളരെ കൃത്യമായിട്ടിവിടെ പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് പൂരിപ്പിക്കുവാനായി സഭയെ തലമുറകളിൽ വിളിച്ചിരിക്കുന്നു. മൂന്നാമത് അദ്ദേഹം പറയുന്നത് സഭയ്ക്ക് വേണ്ടി, അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാനത് എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. അവിടെ ഒരു പ്രതിസന്ധി ഉണ്ട്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത്
പൂരിപ്പിക്കാനുള്ള പ്രാപ്തി ആർക്കുണ്ടോ? പൗലോസിനുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവം മൂലം എല്ലാ തലമുറകൾക്കുമായി സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന രക്ഷയെന്ന് പറയുന്നത് സഭയുടെ ശുശ്രൂഷകരും വിശ്വാസികളും വേണ്ടതുപോലെ ഏറ്റെടുത്ത് അതാത് തലമുറയിൽ ലോകത്തിന്റെ എല്ലാ കോണിലും എത്തിക്കുന്നില്ല എങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതെത്തപ്പെടുന്നില്ലെങ്കിൽ അതൊരു കുറവായി കിടക്കും. ഇത് കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് കുറവായത് കൊണ്ടല്ല, സഭ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുന്നതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് ദാഹമുണ്ട്. എവിടുന്ന് വെള്ളം കിട്ടുന്നേ? എവിടുന്ന് വെള്ളം കിട്ടും? ഭൂമിയുടെ അടിയിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്, അല്ലേ? ആ വെള്ളം ഇന്നലെ പെയ്ത മഴയുടെയാണോ? ആണോ? സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ സൃഷ്ടാവായ ദൈവം ഭൂമിയുടെ അടിയിൽ നിക്ഷേപിച്ച ജലമാണ്. അത് അതിന്റെ സൈക്ലിക് പ്രോസസ്സിൽ പോകുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, മഴയായിട്ട് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വെള്ളം കിട്ടണമെങ്കിൽ സർവ സൃഷ്ടിക്കും ലോകാവസാനം വരെ അനുഭവിക്കുവാനുള്ള വെള്ളം ഈ ഭൂമിയുടെ അടിയിലുണ്ട്. അത് വേണമെങ്കിൽ എന്ത് വേണം? നാം ഒരു കിണർ കുഴിക്കണം. ആ കിണർ കുഴിച്ചിട്ട് വെള്ളം അതിന്റെ മുകളിൽ നമുക്ക് അക്സസ് ഉള്ളതാക്കി തീർക്കാൻ മോട്ടോർ വെക്കുകയോ തൊട്ടിക്കൊണ്ട് കോരുകയോ ഒക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് നമ്മുടെ ദാഹം തീരുന്നത്. അവിടെയാണ് നമ്മുടെ ദാഹം തീരുന്നത്. ഭൂമിയുടെ അടിയിൽ വെള്ളമുള്ളത് കൊണ്ട് എന്റെ ദാഹം മാറില്ല. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സകല സൃഷ്ടിക്കും ആവശ്യമായിരിക്കുന്നതിനെയൊക്കെ അതാത് സാഹചര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് അനുഭവേദ്യമാകത്തക്ക നിലയിൽ പ്രവർത്തിക്കേണ്ടവൻ പ്രവർത്തിക്കുമ്പോഴാണ് സകല സൃഷ്ടിയുടെയും ദാഹം മാറുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. സർവ സൃഷ്ടിയുടെയും തലമുറകളിലോളം സർവ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിന് ആവശ്യമായിരിക്കുന്നത് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അവന്റെ ശരീരമായ സഭയെ ഈ ലോകത്തിൽ അവനാക്കിയിരിക്കുന്നു. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശരീരമായ സഭ എന്ന് പറയുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ കുറെ അധികം അനാലജികൾ സഭയ്ക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ പ്രയാസമുള്ള വിഷയമാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് സഭയ്ക്ക് കുറെ അധികം അനാലജികൾ? മിക്കവാറും എല്ലാം എഫേസ്യ ലേഖനത്തിലാണ്. കാരണം സഭയുടെ ദൈവശാസ്ത്ര ബോധം മിക്കവാറുമൊക്കെ സഭാസംബന്ധമായിട്ടുള്ള എക്ലീസിയോളജി എന്ന് പറയും. അത് നിങ്ങൾ വിട്ടേരും. അത് പ്രധാനമായി കൈകാര്യം ചെയ്തിരിക്കുന്ന എഫേസ്യ ലേഖനത്തിലാണ്. അനാലജി എന്ന് പറഞ്ഞ ഉപമാനം, മറ്റൊന്നിനോട് ചേർത്ത് ഉപമിക്കുന്നതിനാണ്. മനസ്സിലല്ലേ? നമുക്കറിയാം, കർത്താവ് ഒത്തിരി ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ബന്ധങ്ങളുമായിട്ട് ചേർന്നാണ്. കൃഷിക്കാരന് മനസ്സിലാകത്തക്ക നിലയിൽ പറഞ്ഞു, ദൈവരാജ്യം എന്താണ്? വിത്ത് വിതയ്ക്കുന്ന വിതക്കാരന് സമാനമാണ്, അല്ലെ കടുകുമണിക്ക് സമാനമാണ്. മീൻ പിടിക്കുന്നവന് മനസ്സിലാകത്തക്ക നിലയിൽ പറഞ്ഞു, ദൈവരാജ്യം എല്ലാ മത്സ്യങ്ങളും പിടിക്കാൻ പ്രാപ്തിയുള്ള വലയ്ക്ക് സമാനമാണ്. അതാത് മേഖലയിലുള്ളവർ നന്നായി മനസ്സിലാക്കും. ഈ ശരീരം കൊണ്ട് ജീവിക്കുന്ന നമ്മളോട് പൗലോസ്ലിയ പറഞ്ഞു, ദ ചർച്ച് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ അവിടെ മുത്തായിട്ടാ പറയുന്നു. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് അവന്റെ ശരീരമായ സഭയെന്ന് പറഞ്ഞു. രണ്ടാമതൊന്ന്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത് എന്താണ്? യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെടുന്നു. അതിൽ നിങ്ങളെയും ക്രിസ്തുവിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിലാൽ ഒരുമിച്ച് പണിതു വരുന്നു. എന്താ പറയുന്നത്? അടിസ്ഥാന കല്ല് ക്രിസ്തുവാണ്. ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. അതിൽ അവരുടെ മുകളിൽ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവെന്ന് ചാന്തുകൊണ്ട് ക്രമാനുഗതമായി പണിതുയർത്തുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് ഈ സഭയെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. മൂന്നാമത്തേത്, നമ്മുടെ കല്യാണത്തിൽ വായിക്കുമല്ലോ, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭയെന്ന് പറയും. സഭയും കർത്താവും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ 6-4 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. ഇതല്ലാതെ വേറെ 2-3 കൂടെ ഉണ്ട്. അതിന്റെ റെഫറൻസുകൾ വായിച്ച് കണ്ടുപിടിച്ചാൽ മതി.
പിന്നീട് പറയുന്നത് ദ ചേർച്ച് ഇസ് ദ വിനയാർഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ മുന്തിരിത്തോട്ടമാണ് സഭ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ചേർച്ച് ഇസ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ഭവനക്കാരാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ദ ചേർച്ച് ഇസ് ദ ഷീപ്പ് ഫോൾഡ് ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ ആട്ടിൻപറ്റമാണ് സഭയെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ പറഞ്ഞു തരണമെങ്കിൽ ഒരു 3 ദിവസം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഈ അവശേഷിക്കുന്ന സമയത്തിനുള്ളിൽ ഒരെണ്ണം മാത്രം ഞാൻ അനലൈസ് ചെയ്യാണ്. അത് പ്രത്യേകിച്ച് പൗലോസ്ലീഹ പറയുന്നിടത്ത് അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് കൊണ്ട് ആ ഒറ്റ വിഷയം മാത്രം ഈ സന്ധ്യയിൽ ഈ 1 മണിക്കൂറിൽ തീരുന്ന, ഇനി 1 മണിക്കൂർ എടുക്കത്തില്ല കേട്ടോ, ആശങ്കപ്പെടണ്ട. 1 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു വിഷയമല്ല. ഇത് മാത്രം പടമെങ്കിൽ ഒരു 3 മണിക്കൂർ വേണ്ടി വരും. എന്നിട്ട് ഇന്ന് പരിമിതപ്പെടുത്തി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് എവിടെയെങ്കിലും എത്താനുണ്ടെങ്കിൽ അതിന്റെ നിയോഗം കിട്ടിയിരിക്കുന്നത് അവന്റെ ശരീരമായ സഭയ്ക്കാണ്. അതാണ് അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോ എഫേസ്യ ലേഖനം 1:20 പറയുകയാണ്, എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം പലരും പറയുന്നത് എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് വേദപുസ്തകമാണെന്നാണ്, ദൈവവചനമാണെന്നാണ്. അതേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് എന്താണ്? അവന്റെ ശരീരമായ സഭയാണ്. എന്താ ഇതിന്റെ അർത്ഥം? സഭയിൽ ജീവിക്കുന്നവൻ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന ഒരു ശരീരത്തോടുകൂടെ അവന്റെ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പൊ അവന് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ജീവിതത്തിൽ ലഭിക്കേണ്ട എല്ലാ ദർശനങ്ങളും സഭയിൽ ജീവിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ട് കാലാകാലങ്ങൾ നമുക്ക് ലഭിക്കേണ്ട എല്ലാ ദർശനവും എവിടെ ജീവിക്കുമ്പോഴാണ് ലഭിക്കുന്നത്? സഭയിൽ ജീവിക്കുമ്പോഴാണ്. എന്താ കാര്യം? സഭയിൽ ജീവിക്കുമ്പോൾ സഭയിൽ നൽകപ്പെട്ട പാലായിരിക്കുന്ന തിരുവചനം അവിടെയുണ്ട്, വിശ്വാസബോധ്യങ്ങളുണ്ട്. ചരിത്രത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചരിത്രാതീതമായി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് വലിയ അത്താണിയായിരിക്കുന്ന നിത്യജീവന്റെ ആഹാരമായിരിക്കുന്ന തിരുശരീരങ്ങളുണ്ട്, പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് സഭയിൽ ജീവിക്കുമ്പോൾ അവൻ ഇവിടെ എന്തായിരിക്കണം എന്നുള്ള ആത്യന്തിക ദർശനമുണ്ടാവുന്നു. നമുക്കറിയാം സഭയുടെ ആദ്യ കാലഘട്ടം വരെയും പൗലോസിന് അർത്ഥത്തിന്റെ എന്ന് പറഞ്ഞ് മേളിൽ നിന്നൊരു ദർശനം കാണിച്ച് നമുക്കറിയാം. അങ്ങനെയുള്ള ദർശനങ്ങൾ, മാലാഖമാർ വന്ന് കൊടുക്കുന്ന ദർശനങ്ങളൊക്കെ സഭയുടെ ആദ്യകാലം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സഭയുടെ ദർശനം എന്ന് പറയുന്നത് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന ദർശനമല്ല. ഏതെങ്കിലും മാലാഖ വന്നിട്ട് ഏതെങ്കിലും ദർശനം തരുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. സഭയിൽ ജീവിക്കുന്നതിന്റെ ദർശനം അവന്റെ വിശ്വാസബോധ്യത്തിലൂടെയും അവൻ അനുഭവിക്കുന്ന ദൈവകൃപയിലൂടെയും അവന്റെ കൗദാശിക അനുഭവത്തിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയും അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്ന തിരുവചനത്തിലൂടെയും അവന് ഉണ്ടാകുന്ന ആന്തരിക തിരിച്ചറിവാണ്. ഇവിടെയാണ് എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ്. ഒരു വ്യക്തി, ഒരു സഭ എങ്ങനെയാണ് അർത്ഥവത്തായി അതാത് പ്രദേശത്ത് ജീവിക്കേണ്ടതെന്നുള്ളത് അവൻ സഭയിൽ ജീവിക്കുമ്പോൾ വളരെ കൃത്യമായി അതിന്റെ സാക്ഷ്യം എന്താണെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഞാൻ വലിയ ദർശനം കണ്ടെന്നും അവിടെ ഒരു മാലാഖ വന്നു നിന്നെന്നും എന്നോട് ഇത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാ. മനസ്സിലായില്ലേ? ആ കാലഘട്ടം കഴിഞ്ഞു. സഭയിൽ അന്തസ്സായി ജീവിക്കുന്നവന് എല്ലാ ദർശനത്തോടും അന്തസ്സായി ജീവിക്കണം, ജീവിക്കാനായിട്ട് കഴിയും. മനസ്സിലായില്ലേ? ഇപ്രാവശ്യം ഞാൻ ചെറുപ്പക്കാരനെ കണ്ടു. ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞപ്പോ ചോദിച്ചു, എവിടെയായിരുന്നു? പള്ളിയെ കണ്ടില്ലല്ലോ. പരുമലയ്ക്കാ പോയി. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ പുതിയ പോവാ. മനസ്സിലല്ലേ? പരുമലയ്ക്ക് പോയിന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല. എല്ലാ ദിവസവും കുർബാന കഴിയുമ്പോൾ കാണിക്കേണ്ടാനായിട്ട് വരും. വലിയ കുഴപ്പമാണിത്. മനസ്സിലായില്ലേ? ദൈവവിശ്വാസമില്ലാതെ പള്ളി നടത്താമെന്നുള്ള കുഴപ്പമുണ്ടല്ലോ. ഇത് വല്ലാത്തൊരു കുഴപ്പമാണ്.
അന്തസ്സായ ആധ്യാത്മിക ജീവൻ നയിക്കുന്നവൻ വേണം പള്ളി നടത്തിക്കാൻ. ഇത് വല്ലാത്ത കുഴപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമുക്ക് അവന്റെ ശരീരമായ സഭയിൽ നാം ആയിരിക്കുകയും മാമോദീസായിൽ തന്റെ ഭാഗതയെ നിർവഹിക്കുകയും ചെയ്തിട്ട് എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ശരീരമായ സഭയിൽ നമ്മുടെ ദർശനം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അമ്പത്തിരണ്ട് ഞായറാഴ്ചയും പള്ളി വരാത്തവൻ ദുഃഖവെള്ളിയാഴ്ച ചെമ്പെടുപ്പിന്റെ അവിടെ ഒരു 3-4 ചുറ്റിയും വെച്ച് ഒരാണ്ടിലത്തേക്കുള്ള ആധ്യാത്മികത ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ സമയം തികയാതുകൊണ്ട് ഞാനത് വിടുകയാണ്. ഇപ്പൊ ഇങ്ങനൊരു പോക്ക് അതൊരു വല്ലാത്ത പോക്കാണ്. അപ്പൊ നമ്മള് എന്താണ് സഭ എന്നതിനെ കുറിച്ച്, നമ്മുടെ ക്രിസ്തുവിന്റെ ശരീരമായ സഭ, ഞാനതൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് നാം അറിയേണ്ട ഒരു കാര്യം, എന്താണ് സഭയെന്ന് ചോദിക്കുമ്പോൾ സൺഡേ സ്കൂൾ മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിച്ചു വന്നൊരു കാര്യമുണ്ട്. എന്താണ്? സ്നാനമേറ്റ് ആരാധനാ സമൂഹത്തോട് ചേരുന്നവരാണ് സഭ. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെല്ലാം സഭയാണ്. ഞാൻ പറയട്ടെ, സഭയുടെ ആ നിർവചനം ഒരാദ്യ പാഠം മാത്രമാണ്. പൗലോസിന്റെ പ്രയോഗമുണ്ട്, ആദ്യ പാഠം വിട്ടിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം എന്നാണ്. ആദ്യ പാഠം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ, മറ്റൊടത്ത് പൗലോസ് പറയുന്നുണ്ട്, ഉപദേഷ്ടാക്കന്മാരാകാൻ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട നിങ്ങളെ ആദ്യ പാഠം ഇപ്പോഴും പഠിപ്പിക്കേണ്ട ഗതികേടിൽ സഭയുടെ ശുശ്രൂഷ നിൽക്കുന്നുവെന്ന്. നമ്മളൊക്കെ വാസ്തവത്തിൽ ഇന്ന് മറ്റുള്ളവർക്ക് പ്രബോധനം ജീവിതം കൊണ്ട് നൽകേണ്ട സ്ഥാനം വരെ ആയി, അതിനുള്ള പ്രായമായിട്ടുണ്ട്. പ്രായോഗികമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ഇവിടെ പറയുന്നത്, ഈ സ്നാനമേറ്റ് സഭയോട് ചേർന്ന് പറയുന്നത് ഒരു പെഡഗോഗിക്കൽ ടീച്ചിങ് ആണ്. ശൈശവ ദശയിലുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. പിന്നെ എന്താണ് സഭയെന്ന് പറയുന്നത്? സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ ആത്യന്തികമായി, ക്രിസ്തു എന്ന വാതിലിലൂടെ പിതാവാം ദൈവത്തിങ്കിലേക്ക് ആത്യന്തികമായി അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്ന മനുഷ്യകുലവും സർവ സൃഷ്ടിയും കൂടെ ചേരുന്നതാണ് എന്ത്? സഭയെന്ന് പറയും. പലരും ധരിച്ചിരിക്കുന്നത് രക്ഷയെന്ന് പറയുന്ന മനുഷ്യന് മാത്രമുള്ളതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, all things in heaven and on earth will be united in Christ at his coming in. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി കൂട്ടിച്ചേർക്കണമെന്നുള്ളത് കാലസമ്പൂർണതയുടെ വ്യവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇംഗ്ലീഷിൽ ഓൾ തിങ്സ് എന്ന്. ഇപ്പൊ സ്വർഗത്തിൽ മനുഷ്യനില്ല, നമ്മൾ പോകാനിരിക്കുന്നേ. സ്വർഗത്തിലും ഭൂമിയുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി കൂട്ടിച്ചേർക്കണമെന്നുള്ളത് കാലസമ്പൂർണതയുടെ വ്യവസ്ഥയാണ്. റോമാലേഖനത്തിൽ പറയുന്ന 8-ാം അധ്യായം എന്റെ ഓർമ്മ ഇവിടെ പറയുന്നത്, the whole creation is eagerly longing for the revelation of men of God. ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആര്? സകല സൃഷ്ടിയും. എന്താണ് ഈ ദൈവപുത്രന്മാരുടെ വെളിപാട്? കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. അപ്പൊ ഇവർക്ക് എന്താ കിട്ടും? സകല സൃഷ്ടിയും ആകാംക്ഷയോടെ കാത്തിരിക്കാൻ കാര്യം, അവര് ഞരങ്ങുന്നു എന്നാ പറയുന്നത്. എന്താ കാര്യം? ഈ ദ്രവത്വമുള്ളതിൽ ജീവിക്കുന്നിടത്തോളം സകല സൃഷ്ടിക്കും എന്താണ്? ഞരക്കമാണ്. ദൈവപുത്രന്മാരുടെ വെളിപാടിൽ സകല സൃഷ്ടിക്കും ഈ ഞരക്കത്തിൽ നിന്ന്, ദ്രവത്വത്തിൽ നിന്ന് വിടുതൽ കിട്ടുമെന്നുള്ള ആകാംക്ഷയോടെ സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയും. ഇപ്പൊ മനസ്സിലായില്ലേ? മനുഷ്യൻ മാത്രമല്ല രക്ഷയുടെ പരിധിയിൽ വരുന്നത്. ദൈവത്തിന്റെ സകല സൃഷ്ടിയും അതിന്റെ ദ്രവത്വമുള്ള അവസ്ഥയെ വിട്ട് അദ്രവത്വമുള്ള അനുഭവത്തിലേക്ക്, സൃഷ്ടാവിലേക്ക് മടങ്ങിപ്പോകുന്നതിനാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് എന്ന് നാം തിരിച്ചറിയണം. പോകട്ടെ. അപ്പൊ സകല സൃഷ്ടിയും കൂടെ ചേരുന്നതാണ് സഭയെങ്കിൽ ഈ സഭയും ആ സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വിചാരിക്കുക, നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്ത് നാളെ ഒരു ആർക്കിടെക്റ്റ് ഒരു വലിയ 10 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഒരു എലിവേഷൻ കൊണ്ടുവെക്കുകയാണ്.
എലിവേഷൻ എന്ന് പറഞ്ഞാൽ ആ കെട്ടിടം 10 നിലയുള്ള ഒരു വലിയ കെട്ടിടം തീർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് മുമ്പേർ കാണുന്ന സംഭവമാണ്. സാധാരണ അതുമായി ബന്ധമില്ലാത്തവന്റെ മനസ്സിൽ ആ എലിവേഷൻ കാണുമ്പോൾ ചോദിക്കും, അതിനടിയിൽ എഴുതിയിട്ടുണ്ട്, മാന്തറിലാണ് ഇത് പണിയെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധമില്ലാത്ത ചോദിക്കട്ടെ, ഈ കെട്ടിടം എവിടെ പണിത്, നമ്മൾ കണ്ടില്ലല്ലോ. പടം മാത്രം കണ്ടാൽ മനസ്സിലാകുന്ന ഒരാൾ എന്ത് ചോദിക്കും, എന്നാണ് ഇത്രയും വലിയ കെട്ടിടം നമ്മുടെ നാട്ടിൽ പടം നമ്മൾ കണ്ടില്ലല്ലോ എന്ന് പറയും. എന്തുകൊണ്ടാണ് കാണാതിരിക്കുന്നേ? കല്ലിട്ടിട്ടില്ല, അതുകൊണ്ടാണ് കാണാതിരിക്കുന്നത്. അപ്പൊ അതിന്റെ പണി ആരംഭിക്കുമ്പോ, ഒരു നില പണി കഴിയുമ്പോ നമ്മളെല്ലാവരും പറയും, എന്താ പറയും, ആ കെട്ടിടം ഒരു നിലയാണെന്ന് പറയും. കാരണം എന്താ? അതിന്റെ പ്ലാനുമായി നമുക്ക് ബന്ധമില്ല, അതിന്റെ പണിയുമായി നമുക്ക് ബന്ധമില്ല. ഒരു കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ, ഇത് പണിയെന്ന് മാത്രം കാണുന്നതുകൊണ്ട് നമ്മൾ പറയാം കെട്ടിടം ഒരു നിലയാണെന്ന് പറയും. നമ്മൾ ഒരു നിലയാണെന്ന് പറയുമ്പോൾ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ടീമിനെ സംബന്ധിച്ചും എത്ര നിലയാ? അത് എത്ര നിലയാ? 10 നിലയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എത്ര നിലയുടെ അടിസ്ഥാനം ഇടണം? ഒരു നിലയുടെ ഇട്ടാ മതിയോ? രണ്ടാം നിലയുടെ അടിസ്ഥാനം ഒരു നിലയുടെ മേളിലാന്ന് ഇടുന്നേ ആണോ? അല്ല, എവിടെ ഇടും? 10 നിലയ്ക്ക് ചേരുന്ന അടിസ്ഥാനം തുടക്കത്തിൽ ഇടണം. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ നില പണിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു നിലയാണെന്ന് പറയും. അപ്പോഴും അവരെ സംബന്ധിച്ച് ഒരു നിലയല്ല. 2 നിലയാന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് 2 നിലയല്ല. 9-ാം നില തീരുമ്പോൾ നമ്മൾ പറയും 9 നിലയാന്ന് പറയും. അന്നേരം അവരെ സംബന്ധിച്ച് 9 നിലയല്ല, 10 നിലയാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഒരു പില്ലർ എവിടെ വരും, ഒരു ബീം എവിടെ വരും, ഒരു കട്ടള എവിടെ വരും, ഒരു കല്ല് എവിടെ വരും എന്നുള്ളതിനെ കുറിച്ച് ആർക്ക് ബോധമുണ്ട്? ആർക്കിടെക്റ്റിന് മാത്രമല്ല ബോധമുള്ളത്, അദ്ദേഹത്തിന്റെ മുഴുവൻ ടീം അംഗങ്ങൾക്കും ബോധമുണ്ട്. അദ്ദേഹത്തിന് ടീമുണ്ട്. ഈ പണി വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ടീം. അതിനകത്ത് സൈറ്റ് എഞ്ചിനീയേഴ്സ് കാണും, സൂപ്പർവൈസേഴ്സ് കാണും, മേസന്മാർ കാണും. അവിടെ വരെയുള്ളവർക്ക്, അതിന് താഴെയുള്ള ലേബേഴ്സിന് അതിനെ കുറിച്ച് ബോധ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടെ വരെയുള്ളവർക്ക് ഈ കെട്ടിടത്തിന്റെ നിർമ്മിതി സംബന്ധിച്ച് പ്ലാൻ കണ്ടാൽ വായിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകും. കവിയൂർ പള്ളി പണി ആരംഭിക്കുമ്പോൾ, കല്ലിട്ടത് എനിക്ക് മുമ്പായിരുന്ന കുർണേഷന്റെ സമയത്താണ്. പണി ആരംഭിക്കുമ്പോൾ ഞാനാണ് വികാരി. 4.25 കോടി രൂപ ചെലവായ ഒരു പണിയാണ്. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. പീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇത് പീറ്ററിന്റെ ആണോ അന്ന് സംശയമാണ്. പീറ്റർ എന്ന് പറഞ്ഞ ആർക്കിടെക്ട് തുമ്പോൺകാരനാണ് അതിൻ്റെ ഇത്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, 30 വയസ്സിൽ താഴെയുള്ള ഒരു മേസൺ, ബംഗാളി നമ്മൾ പറയുന്ന കൂട്ടത്തിൽപ്പെട്ടയാൾ, അയാളാണിത് കുറ്റിയടിച്ച് കയറ് കെട്ടിയത്. അത് കഴിഞ്ഞ് കല്ലിടുന്ന ദിവസം ഈ പീറ്റർ എന്ന് പറയുന്ന ആർക്കിടെക്ട് വന്നിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഈ 30 വയസ്സിൽ താഴെയുള്ള സാധാരണ ഒരു മേസ്ത്രി 1 മില്ലിമീറ്ററിന്റെ വ്യത്യാസമില്ലാതെയാണ് ഇത് കുറ്റിയടിച്ചിരിക്കുന്നത്. അവരുടെ എഞ്ചിനീയേഴ്സും സൂപ്പർവൈസേഴ്സും ഒക്കെ ഉണ്ട്, അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ചെറുപ്പക്കാരന്റെ പ്രാപ്തിയിൽ പീറ്റർ എന്ന് പറഞ്ഞ എഞ്ചിനീയർ അത്ഭുതപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ആർക്കിടെക്റ്റിന്റെ ഈ പറയുന്ന ആത്യന്തികമായത് എന്തായിരിക്കണം അതിന്റെ പൂർണ്ണതയിൽ എന്നുള്ളത് വായിച്ചറിയാൻ കഴിയുന്ന സൈറ്റ് എഞ്ചിനീയേഴ്സും സൂപ്പർവൈസേഴ്സും മെയ്സനുമൊക്കെ ചേരുന്ന ഒരു ടീം ഈ ആർക്കിടെക്റ്റിനുണ്ട്. അവരാണ് ഇത് പണിയുന്നത്. അവര് തുടക്കം മുതൽ അവസാനം വരെ നോക്കി പഠിക്കാൻ പ്രാപ്തിയുള്ളവരും പഠിച്ചാൽ മനസ്സിലാകുന്നവരും ആർക്കിടെക്റ്റിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാമോദീസയേറ്റ് സഭയോട് ചേർന്ന് പറയുന്ന ഈ ചെറിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇവരാരാണ്? ഈ ആർക്കിടെക്റ്റിന്റെ ടീം അംഗങ്ങളാണ്. ഇതിൽ കാതോലിക്ക ഉണ്ടാകും, മേൽപ്പട്ടക്കാരുണ്ടാകും, വൈദികരുണ്ടാകും, സ്നാനമേറ്റ് സഭയോട് ചേർന്ന് പറയുന്ന ആരാധനാ സമൂഹം ഉണ്ടാകും. അവരൊരുമിച്ചാണ് ചീഫ് ആർക്കിടെക്ട് ആയിരിക്കുന്ന കർത്താവിന്റെ മാസ്റ്റർ പ്ലാൻ വായിക്കാൻ പ്രാപ്തിയുള്ളവരാകേണ്ടത്. പക്ഷെ അത് നടക്കുന്നില്ല. ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയുക മാത്രമാണ് നാം എന്ത് ചെയ്യുന്നു? നമ്മുടെ വിശപ്പിന് കഞ്ഞി കുടിക്കുന്നു. ഇതിനപ്പുറം ക്രിസ്തുവിൽ പൂർണ്ണത ആർജിക്കേണ്ട ഒരു വലിയ സഭയുടെ ദർശനം
ഒരു വൈഡ് റേഞ്ച് മീനിങ് ഓഫ് ദ ചർച്ച് അബ്സല്യൂട്ട്ലി ഇഗ്നോർഡ്. അതാണ് ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ചുമ്മാതെ ഇങ്ങനെ സ്നാനമേറ്റ് കഴിഞ്ഞവർക്ക് വേണ്ടി കുർബാന കൊടുക്കുമ്പോൾ നമുക്ക് എതിരാൻ പറ്റുള്ളൂ. പക്ഷെ അതിനപ്പുറം സഭയുടെ ഭാഗമാണ് ഈ സമൂഹമെന്നും ഈ വിശ്വാസത്തിൽപ്പെടാത്തവരെന്നും ഒരു വിശ്വാസമില്ലാത്തവനെന്നും ക്രിസ്തുവിലൂടെ ആത്യന്തികമായി പൂർണ്ണതയാർജിക്കേണ്ട ഒരു വൈഡ് റേഞ്ച് മീനിങ്ങിൽ സഭ എന്ന് പറയുന്നിടത്ത് സർവ മനുഷ്യരും സർവ സൃഷ്ടിയും സകല തലമുറകളും ആത്യന്തികമായി ക്രിസ്തുവിൽ പിതാവിൽ ഐക്യപ്പെടേണ്ടതും അനുരഞ്ജനപ്പെടേണ്ടതുമാണെന്ന് ബോധ്യപ്പെട്ട് അതിന് അടിസ്ഥാനമിട്ട് ക്രമാനുഗതമായി പണിയേണ്ടവരാണ് ഈ സഭ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. അടിമുടി ഈ ബോധ്യമില്ലാതെ പോവുകയാണ്. ഇതൊരു വല്ലാത്ത പോക്കാണ്. ഈ സമൂഹമല്ലാതെ ഇതിന് പകരം വെക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. നമ്മൾ കഞ്ഞി ഒടിക്കുന്ന പറഞ്ഞ പോലെയാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷം. മനസ്സിലായില്ലേ? എനിക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ചില കുമ്പസാരിക്കാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വെച്ചാ ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആളാണ്, ഞാൻ വേറെ ആരുടെയും കാര്യം തലയിടാറില്ല. വളരെ മിടുക്കായിട്ടാണ് പറയുന്നത്. ഞാൻ വളരെ വിശുദ്ധനാണ്, ഞാൻ ആർക്കും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. മനസ്സിലായില്ലേ? ചെറിയ തെറ്റൊക്കെ നമുക്ക് ഉണ്ടാകും. നമ്മൾ ആരുടെയും കാര്യത്തിലൊക്കെ തലയിടാൻ പോകുമ്പോഴും മറ്റാരുടെയും കാര്യമൊക്കെ അന്വേഷിക്കുമ്പോഴും അവരുടെ പരിമിതി മനസ്സിലാക്കുമ്പോഴും അവർ സഹായിക്കണമെന്ന് ഉറപ്പാക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ചില തെറ്റുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇയാൾ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ എന്റെ കാര്യം നോക്കുന്ന ജീവിക്കുക. അങ്ങനെ ആളെ കർത്താവ് സൃഷ്ടിച്ചിട്ടില്ല ആ അസൈൻമെന്റിൽ. മനസ്സിലായില്ലേ? എന്റെ കാര്യം നോക്കി മാത്രം ജീവിക്കാൻ ഇവിടെ കർത്താവ് ആരെയും സൃഷ്ടിച്ചിട്ടില്ല. കർത്താവിന്റെ നിയോഗത്തോട്. അതുകൊണ്ടാണ് അവസാനം പറയുന്ന വലത്ത് നിൽക്കുന്നവരോട് എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നു. മുഴുവൻ പറയാൻ നേരെയില്ല. ഇടത്ത് നിൽക്കുന്നവനോട് എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നില്ല എന്ന് പറയും. അതുകൊണ്ട് ഈ വഴിക്കും ആ വഴിക്കും ഒന്നും സ്വയം നീതീകരിച്ചിട്ടൊരു കാര്യമില്ല. ഒരു വഴിക്കും സ്വയം നീതീകരിച്ചിട്ട് ഈ സഭയ്ക്കോ അതിന്റെ മക്കൾക്കോ, ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിന്റെ വാക്കിന് വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ആരാധനാ സമൂഹത്തിന്റെ ജീവിതത്തിലോ സഭയിൽ പൊതുവായിട്ടോ പ്രസക്തിയില്ല എന്ന് എപ്പോ നാം ചിന്തിക്കുന്നുവോ, മറ്റു പലതുമാണ് പ്രസക്തി എന്ന് ചിന്തിക്കുന്നുവോ, അവിടെ വെച്ച് സകല വളർച്ചയും മുരടിച്ചിരിക്കുന്നു. ഏതാണ്ടൊരു ഘട്ടത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കും. യേശുവിന്റെ വാക്കുകൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തി തീരുമാനിച്ചാലും കുടുംബം തീരുമാനിച്ചാലും സഭ തീരുമാനിച്ചാലും അവിടം കൊണ്ട് ജീവിതം അവസാനിച്ചിരിക്കുന്നു. ഈ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇത്രയും വലിയൊരു ഉത്തരവാദിത്തമാണിത്. അവന്റെ ശരീരമായ സഭയുടെ ഉത്തരവാദിത്വം ഞാനത് ഏറ്റെടുക്കുകയാണ്. എന്റെ തലത്തിൽ ഓരോ വ്യക്തിയും അവനവന്റെ തലത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പദ്ധതി ഏതെങ്കിലും കോണിൽ എത്താതിരിക്കുന്നുവെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് കഴിയുന്നത് എന്ന് വളരെ കൃത്യതയോടെ പറയാണ്. അപ്പൊ ഞാൻ ആ ഭാഗം വിടുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, വൈ ദ ചർച്ച് ഈസ് കോൾഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരമെന്ന്? അതിന് മെയിൻലി ബിക്കോസ് ഓഫ് 4 reasons that the church is called the body of Christ. 4 പ്രധാന കാര്യമുണ്ട്. ആദ്യത്തേത് ഞാനിപ്പോ പറഞ്ഞതിനകത്ത് തന്നെയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, സൺഡേ സ്കൂൾ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചപ്പോ പ്രയാസമുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ. ഇപ്പൊ ദൈവശാസ്ത്ര വിഷയം കൂടെയാണ്. അതിൽ പറയുന്നുണ്ട്, ദ ചർച്ച് ഇസ് ദ എക്സ്റ്റൻഷൻ ഓർ ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ് എന്ന് പറയുന്നു. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പിന്തുടർച്ചയാണ് എന്ത്? സഭയെന്ന് പറയുന്നു. എന്റെ കാരണം ഞാൻ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? കർത്താവ് ശരീരത്തിൽ വെളിപ്പെട്ടു. എന്തിനാ കർത്താവ് ശരീരത്തിൽ വെളിപ്പെട്ടെ? മുകളിൽ ഇരുന്നുകൊണ്ട് എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞാൽ പോരായിരുന്നു? നടക്കില്ലേ? കർത്താവ് പറയാണ്, പാവത്തിൽ കൊടുക്കുന്ന സകല മനുഷ്യനെയും സകല സൃഷ്ടിയെയും ഞാൻ രക്ഷിച്ചിരിക്കുന്നു മേളിൽ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലേ? ഉറപ്പായിട്ട് നടക്കും. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന്റെ പരിമിതിയിൽ അവൻ ഇറങ്ങി വന്നിട്ട് ഈ ശരീരത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു പ്രായം വരെയും ജീവിച്ചിട്ട് ഇങ്ങനെയാണ് നീ ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തരികയും നമ്മുടെ പരിമിതികളെല്ലാം അവൻ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ
വളരെ കൃത്യമായി ശരീരത്തിൽ വസിക്കുന്നവനോട് ശരീരത്തിൽ നിന്നുകൊണ്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അല്ലെ ന്യായപ്രമാണം പ്രവാചകന്മാരെ കൂടുതലായി പോകും. നിങ്ങളെല്ലാം രക്ഷിച്ചിരിക്കുന്ന വാക്കുകൊണ്ട് പറഞ്ഞ നമ്മുടെ പരിമിതിയിലേക്ക് വന്നിട്ട് ശരീരത്തിൽ ഇടപെടുന്ന ഒരുവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും പിതാവാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് കഴിയേണ്ടതെന്നും മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നും അവനെ വീണ്ടെടുക്കേണ്ടത് എങ്ങനെയാണെന്നും ശരീരത്തിൽ വസിക്കുന്നവനോട് ശരീരത്തിൽ പലരും പറയാറുണ്ട് കുമ്പസാരത്തെ കുറിച്ച്. അച്ഛാ, അന്നെന്നുള്ള പാപം ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ മുറി കയറി ആരും കേൾക്കാതെ അന്ന് തന്നെ പറഞ്ഞ് അന്നേരം തന്നെ പറഞ്ഞ് എന്ത് ചെയ്യും? തീർക്കും. അപ്പൊ ഞാൻ അവിടെ ചോദിക്കും, അവിടെ വെച്ച് കുർബാനയോട് അങ്ങനെ അനുഭവിച്ചുകൂടായോ? വരത്തില്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾ പാപം കർത്താവിനോട് പറയുമ്പോൾ കേൾക്കാൻ കർത്താവിന് പ്രാപ്തിയുണ്ട്, കർത്താവ് പാപത്തിനും കൂടെ തരുന്നുണ്ട്. കുർബാനയോട് അവിടെ ചെങ്ങ അനുഭവിച്ചുകൂടെ? നടക്കുമോ? നടക്കുമോ? എന്താ നടക്കാത്ത? കർത്താവിന്റെ കൈ കുറുകി പോയതുകൊണ്ടാണോ? സഭയുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ എന്ന് പറഞ്ഞാൽ അവനവന്റെ അതാ ദിവസത്തെ പാപത്തെ ഏറ്റുപറയേണ്ടെന്നല്ല, തീർച്ചയായിട്ടും വേണം. പക്ഷേ ദൈവാലയത്തിൽ വന്ന് കുമ്പസാരിക്കാനുള്ള കാര്യം വീട്ടിൽ വെച്ച് തീർത്തുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആള് കുർബാനയോട് എവിടെ വെച്ച് കൊള്ളണം? നിത്യപുരോഹിതനല്ലേ കർത്താവ്? സ്വയം ബലിയർപ്പിച്ച് നോക്കുന്നവനല്ലേ? കുർബാനയോട് എവിടെ വെച്ചും കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞൊരർത്ഥം മനസ്സിലായോ? കർത്താവ് ശരീരത്തിൽ ലോകത്തിലേക്ക് വന്നു. നിങ്ങൾ ഓർത്തു വയ്ക്കുകയും ശരീരത്തിൽ വസിക്കുമ്പോ ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന് സൗഖ്യം കൊടുത്തിട്ട് പറഞ്ഞു പോയി പുരോഹിതനെ കാണിക്കണം. സൗഖ്യം കൊടുത്തതാരാ? സൃഷ്ടാവായ ദൈവം സൗഖ്യം കൊടുത്താൽ ഇതിന്റെ മേളിൽ ഏത് പുരോഹിതനാ പ്രാപ്തിയുള്ള സർട്ടിഫൈ ചെയ്യാനായിട്ട്? ഇനി ഈ പുരോഹിതനാരാ? തന്നിൽ പൂർത്തീകരിക്കുവാൻ താൻ വന്ന ന്യായപ്രമാണ പൗരോഹിത്യത്തിന്റെ അങ്ങേയറ്റം ജീർണാവസ്ഥ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. ആര്? അതിന്റെ ജീർണാവസ്ഥയുടെ അങ്ങേയറ്റമായപ്പോ അതിനെ തന്നിൽ പൂർത്തീകരിക്കാനും ദൈവരാജ്യത്തിന്റെ പൗരോഹിത്യത്തെ സ്ഥാപിക്കാനും വന്ന കർത്താവ് പറയുകയാണ് സൗഖ്യം താൻ നീക്കിക്കളാന്ന് പറഞ്ഞില്ല. പഴയ നിയമത്തിന്റെ പൗരോഹിത്യം തന്നിൽ പൂർത്തീകരിച്ച കർത്താവ് അന്ന് പൂർത്തീകരിക്കുന്ന നിമിഷം തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പുരോഹിതന്റെ അടുത്ത് പോയി കാണിക്കാൻ ആരോട് പറയുകയാണ്? കുഷ്ഠരോഗിയോട് പറയാം. അവൻ സാക്ഷ്യപ്പെടുത്തേണ്ടത്. സൗഖ്യം കൊടുത്താരാ? സൗഖ്യം കൊടുത്ത് സൃഷ്ടാവായ ദൈവമാ. അപ്പോഴും ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടില്ലാത്ത തന്നിൽ പൂർത്തീകരിക്കപ്പെടുവാനിരിക്കുന്ന പ്രമാണത്തിന്റെ നിലനിൽക്കുന്ന പ്രമാണത്തിന്റെ പുരോഹിതൻ സർട്ടിഫൈ ചെയ്യണമെന്ന് ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു. മനസ്സിലായോ? ഈ ശരീരത്തിൽ വസിക്കുന്നവനോട് അവനെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് ഭംഗിയായി കൊണ്ടുവരുവാൻ ശരീരത്തിൽ വസിക്കുന്ന ഒന്ന് വേണം. അതുകൊണ്ടാണ് കർത്താവ് മനുഷ്യാവതാരം ചെയ്തത്. എന്നാൽ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോഴും താൻ നിർവഹിച്ച വീണ്ടെടുപ്പ് പദ്ധതിയെ തലമുറകളിൽ, കാരണം ശരീരത്തിൽ ഇനിയും മനുഷ്യൻ തലമുറകളിൽ വരികയാണ്, ആ തലമുറകളിൽ കർത്താവിന്റെ വീണ്ടെടുപ്പ് പദ്ധതി അവതരിപ്പിക്കാൻ ആര് വേണം? അവന്റെ ശരീരം ഇവിടെ വേണം. അതുകൊണ്ടാണ് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സഭയ്ക്ക് അവന്റെ ശരീരം എന്ന് പേര് കൊടുത്തത്. ഞാനത് നിങ്ങൾ കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് വിടുകയാണ്, കാരണം അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരെയില്ല. രണ്ടാമത്, a body is constituted with varieties of organs. ഒരു ശരീരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ധാരാളം അവയവങ്ങളുടെ ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ബയോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു ശരീരം എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ പറയട്ടെ, സഭയെ എന്തുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരമെന്ന് വിളിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ ഒരു വിശ്വാസിക്ക് ദൈവാലയത്തിലും ഭവനത്തിലും സ്കൂളിലും കോളേജിലും ഔദ്യോഗിക സ്ഥാനത്തും ജോലി സ്ഥലത്തും സമൂഹത്തിലും അന്തസ്സായി ജീവിക്കാനുള്ള ഇൻസൈറ്റ് ഉണ്ടാകും, ആന്തരിക വിഷയം ഉണ്ടാകും. വൈ ദ ചർച്ച് ഈസ് കോൾഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ആഴമായ അനുഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരാഴ്ച ദൈവം തരുന്നത് ക്രിസ്തീയമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അന്തസ്സായി ജീവിക്കാൻ കഴിയും. നമ്മൾ ധരിക്കുന്ന സഭാസമയം എന്ന് പറയുന്നത് എന്തോ എന്നുള്ള മട്ടിലാണ്. നമ്മളെ ഒരു ബന്ധവും ഇല്ലാത്തൊരു സാധനം. നമ്മൾ അറിയേണ്ട കാര്യമാണ്. അപ്പോ ഒരു ശരീരത്തിന്റെ പ്രത്യേകത, അനേകായിരം അവയവങ്ങളുടെ അവയവ സംബന്ധമായ ഒരുമിപ്പാണ് എന്ത്? ഒരു ശരീരം. രണ്ട് ഉത്തരവാദിത്തങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്,
ഒരു ശരീരത്തിന്റെ ഒരു അവയവം വേദനിച്ചാൽ വേദനിക്കുന്നത് ആ അവയവത്തിന് മാത്രമാണോ? ആണോ? അല്ല, ശരീരം മുഴുവനാണ് വേദനിക്കുന്നത്. ശരീരത്തിന് ഒരു അവയവത്തിന് സൗഖ്യമുണ്ട്. വായിൽ മധുരമിട്ടാൽ മധുരിക്കുന്നത് വാ മുഴുവനാണോ? വാ മാത്രമാണോ? ശരീരം മുഴുവനാണോ? അനുഭവപ്പെടും അല്ലേ? നമുക്ക് മുഴുവനായിട്ടല്ലേ മധുരം അനുഭവപ്പെടും. അപ്പോ എന്റെ ഈ കാലിന്റെ അണിവാറിലൊരു ചെറിയ വിഷയമുണ്ട്. അത് ഇച്ചിരി അകന്നായിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അത് ചില ദിവസങ്ങളിൽ കസേരക്കാലെ തട്ടും. ഒരു ദിവസം തട്ടിപ്പോയെങ്കിൽ അന്ന് 3 പ്രാവശ്യം 2 പ്രാവശ്യം കൂടെ മിനിമം തട്ടും. അപ്പൊ തട്ടരുതെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നടക്കുമ്പോൾ 2 പ്രാവശ്യം കൂടെ തട്ടും. അപ്പൊ നമ്മുടെ തള്ളവിരൽ എന്താ ചെയ്യുന്നത്? കൈയുടെ തള്ളവിരൽ എന്താ ചെയ്യും? 3-ാം പ്രാവശ്യം തട്ടിക്കഴിയുമ്പോ നേരെ അടുക്കളയിലോട്ട് ചെയ്യും, കറിപ്പിച്ചാത്തി എടുക്കും, ഇതം കണ്ടിച്ച് കളയും. അങ്ങനല്ലേ? അല്ലേ? അങ്ങനല്ലേ? പക്ഷെ ധാരാളം പേരങ്ങനെ കണ്ടിച്ച് കളഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവനവന്റെ കാലിലെ അണിവറിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തു ശരീരത്തിലെ, ഞാൻ അവയവമായിരിക്കുന്ന ക്രിസ്തു ശരീരത്തിലെ മറ്റൊരു അവയവത്തെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം മനസ്സിലായോ? ഈ തട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ കൈ എന്ത് ചെയ്യും? അല്പം കുഴമ്പെടുത്തിട്ട് അതിലോട്ട് നല്ല വലാമർത്തി തിരുമുന്ന കൂട്ടത്തിൽ പറയും, ഇടവിട്ട നീ ഇങ്ങനെ അകന്ന് നിൽക്കരുത്. അകന്നു നിന്നാൽ ഈ ശരീരം മുഴുവനായിട്ടാണ് വേദന എടുക്കുന്നത്. അതുകൊണ്ട് നീ ശരീരത്തെ വേദനിപ്പിക്കരുത്, നീ അടുത്ത് നിൽക്കണമെന്ന് പറയും. അങ്ങനല്ലേ? അങ്ങനെ ചെയ്താൽ ഇതിന് തട്ടാതിരിക്കുമോ? വീണ്ടും തട്ടും. അന്നേരം ഇത് ആവർത്തിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് സഹോദരനോട് 7 എഴുതുവട്ടും. അല്ല, കറിപ്പിച്ചാദ്യം എടുത്ത് അന്നേരം കണ്ടിച്ച് കളയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നിഷ്ടം പോലെ ജീവിച്ചു, ഒരു കുഴപ്പമില്ല. ക്രിസ്തു ശരീരത്തിലെ മറ്റ് അവയവം, അയൽപക്കത്തുള്ളവൻ, നീ ജോലി ചെയ്യുന്നിടത്തുള്ളവൻ, ദൈവാലയത്തിലുള്ളവൻ ആരെങ്കിലും നിന്നെ സങ്കടപ്പെടുത്തുന്നുവെങ്കിൽ നിന്നിൽ നിൽക്കുന്ന ഔഷധം ക്രിസ്തുവിൻ്റെതാണ്. അവനോട് ചേർന്ന് നിൽപ്പാൻ, അവനെ പ്രേരിപ്പിക്കത്ത നിലയിൽ അവനോട് ചേർന്ന് നിൽപ്പാനുള്ള ഉത്തരവാദിത്വമാണ്. എന്നെ 33 വർഷത്തെ വൈദിക ശുശ്രൂഷയിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവാലയങ്ങളിൽ പലപ്പോഴും കണ്ടുവരുന്നൊരു പ്രവണതയാണ് കൂടെ നിൽക്കുന്നവന്റെ തിന്മ 100% അതിനെ നന്മയായിട്ട് അവതരിപ്പിക്കുകയും കൂടെ നിൽക്കുന്നവന്റെ അല്ലെങ്കിൽ മറുവശത്ത് നിൽക്കുന്നവന്റെ നന്മ 100% ആണെങ്കിൽ, അവൻ 100% ശരിയാണെങ്കിലും അത് തിന്മയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗം വളരെ വേദനാജനകമാണ്. ക്രിസ്തുവിനെ അനുഭവിക്കുന്നവനാണ് ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. സാമൂഹ്യ വിരുദ്ധ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയാനില്ല. ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് യേശുവിന്റെ മന്ദിരമായി, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി കൊണ്ടു നടക്കുന്ന ഈ ശരീരം കൊണ്ട് അവന്റെ നിത്യജീവന്റെ ആഹാരം ചരിത്രത്തിന്റെ ഉള്ളിൽ ചരിത്രാതീതമായി ജീവിക്കുവാനായി വിശുദ്ധ ശരീരം അനുഭവിക്കുന്ന നാം ഓരോരുത്തരും പലപ്പോഴും ഇതിന്റെ സഹകാർമ്മികരാണ്. അടുത്തു നിൽക്കുന്നവന്റെ തിന്മ നന്മയാക്കാനും മറുവശത്ത് നിൽക്കുന്നവന്റെ നന്മ തിന്മയാക്കാനും ശ്രമിക്കുന്ന അധമമായ ഒരു ജീവിതചര്യ എങ്ങനെ ക്രിസ്തു നമ്മിലൂടെ സാക്ഷീകരിക്കപ്പെടും? അപ്പൊ അതുകൊണ്ട് ഈ ശരീരത്തിന്റെ ഓർഗാനിക് യൂണിറ്റി, നമ്മുടെ ശരീരത്തിൽ ഒരു സന്തോഷം ഉണ്ടായാൽ മുഴുവൻ അവയവങ്ങളുണ്ടാണ്. നമുക്കറിയാം, ചില സന്തോഷങ്ങളുണ്ടായ വേദന ഉണ്ടെങ്കിൽ പോലും മാറിയിരിക്കുന്നത് അല്ലേ? ചില സന്തോഷങ്ങൾ, നമുക്ക് ഏകാഗ്രതയുള്ള ചില സന്തോഷങ്ങൾ ഇടപെടുമ്പോൾ മുട്ടിന് വേദന ഉണ്ടെങ്കിൽ മുട്ടിന് വേദന കുറെ നേരത്തേക്ക് മാറിയിരിക്കും. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അത് ഞാൻ വിടുകയാണ്. 3-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാല്, എല്ലാ ശരീരവും 2 തരത്തിലുള്ള അവയവങ്ങൾ കൊണ്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞത് അവയവങ്ങളുടെ ഓർഗാനിക് യൂണിറ്റി ആണെന്നാ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നത് each and every body is constituted with 2 varieties of organs. One is visible and the other is invisible, or one is external and the other is internal. എല്ലാ ശരീരവും 2 തരത്തിലുള്ള അവയവങ്ങൾ കണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കാണാവുന്നതും കാണാൻ പാടില്ല, അല്ലെങ്കിൽ ആന്തരികവും ബാഹ്യവും. ഞാൻ നിങ്ങളോട് ചോദിക്കും, അച്ഛന്റെ കൈ കാണാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും കാണാമെന്ന് പറയും. ആക്ച്വലി നിങ്ങൾക്ക് കാണാവുന്ന സ്കിൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്തൊരു വലിയ അവയവങ്ങളുടെ ഒരു യൂണിറ്റി ഉണ്ട്. അതിന്റെ പ്രവർത്തനമാണ് നമ്മൾ ബാഹ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. പക്ഷെ അവയവങ്ങൾ ഏതെങ്കിലും നിങ്ങൾ കാണാൻ പറ്റുമോ?
പറ്റുമോ? ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോ വാസ്തവത്തിൽ ഒരു ശരീരത്തിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ശരീരത്തിൽ ഈ തരത്തിലുള്ള 2 തരത്തിലുള്ള അവയവങ്ങൾ, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ശരീരത്തിലും 2 തരത്തിലുള്ള അവയവങ്ങളുണ്ട്, കാണാവുന്നതും കാണാൻ പാടില്ലാത്തതും. ആരാണ് കാണാവുന്ന അവയവങ്ങൾ? വി ദ ലിമിറ്റഡ് പീപ്പിൾ ഓഫ് ദിസ് ജനറേഷൻ, ശരീരത്തിൽ വസിക്കുന്ന നമ്മളൊക്കെയാണ്. ആരാണ് കാണാൻ പാടില്ലാത്തവർ? ഈ നിമിഷം വരെയും ഈ ശാരീരിക ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി കർത്താവിൽ വിലയം പ്രാപിച്ചിരിക്കുന്നവരാണ് കാണാൻ പാടില്ലാത്ത അവയവങ്ങൾ. ഈ 2 അവയവങ്ങളുടെ ചേരുമ്പോഴാണ് എന്താകുന്നത്? സഭയാകുന്നത്. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ സഭയെ ചേർക്കാനാണ് അവൻ വരുന്നതെന്ന് പറയുന്നതോടൊപ്പം തന്നെ അവൻ കർത്താവിന് 2ാമത് വരുമ്പോ മരിച്ചവർ അക്ഷയരായി പുനരുദ്ധാനം ചെയ്യും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇക്വേഷൻ വളരെ ക്ലിയർ ആണ്. എന്താണ്? ദ ചർച്ച് ഈസ് ഈക്വൽ ടു ദ ലിവിംഗ് പ്ലസ് ദ ഡിപ്പാർട്ടഡ്. ശരീരത്തിലുള്ളവരും ശരീരം വിട്ടവരും കൂടെ ചേരുന്നതാണ് എന്ത്? അപ്പൊ അതുകൊണ്ട് വാങ്ങിപ്പോയവരെ മാറ്റി നിർത്തി സഭ എന്ന് പറയുന്നത് നിരർത്ഥകമാണ്. ആ വിശ്വാസബോധ്യം പഠിക്കാനും സഭയ്ക്ക് എന്തുകൊണ്ടാണ് ശരീരമെന്ന് പേര് വരുന്നതെന്ന് പഠിച്ചാൽ മതി. പലരും പറയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വല്ല ഗുണമുണ്ടാകുമെന്ന്. നിങ്ങളത്, എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഈ 60 വയസ്സ് ശ്വാസം എടുത്തിട്ട് എന്റെ ശ്വാസം ഈ വയറുഭാഗത്ത് വരെ വന്നതായിട്ട് എനിക്കറിയത്തു. ശ്വാസം എടുക്കും, വയറ് വീർക്കും. പണ്ട് ഇച്ചിട്ട് വലിയ വയറായിരുന്നു, കുറെ തടിയും വെയിറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോഴും വയറ് വീർക്കും, ശ്വാസം വിടുമ്പോൾ തിരിച്ചു പോകും. പക്ഷെ എന്റെ കാലിന്റെ അണിവറില് ഇപ്പോഴും സജീവമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എടുക്കുന്ന വായുവിലെ ഓക്സിജൻ അവിടെ ചെല്ലുന്നത് കൊണ്ടാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? പക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും ഇതുവരെ ആയിട്ടത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളെടുക്കുന്ന ശ്വാസം നിങ്ങളുടെ കാലിന്റെ അണിവറിൽ ചെന്നതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതുവരെ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറയുകയാണ്, 60 വയസ്സ് ഞാൻ ശ്വാസം എടുത്തു. ഇത്ര കാലമായിട്ട് ഞാൻ എടുത്ത ഓക്സിജൻ എന്റെ കാലിന്റെ അണിവറിൽ ചെല്ലുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇനി ഞാൻ ഓക്സിജൻ കൊടുക്കില്ല എന്ന് പറയുന്നതും, ക്രിസ്തു ശരീരത്തിലെ ആന്തരിക അവയവങ്ങളായിരിക്കുന്ന വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതെങ്ങനെയാണ് അവർക്ക് ഫലവത്താകുന്നതെന്ന് എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നതും രണ്ടും ഒരു കേടല്ലേ? മനസ്സിലായോ? ഇനിയും ചിലർ ചോദിക്കും, പ്രാർത്ഥിച്ച വല്ല ഗുണവും കിട്ടുമെന്ന് അവർക്ക്. അതിനെനിക്കൊരു കൗണ്ടർ ചോദ്യമാണ്. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൗണ്ടറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനുഷ്യനായി ജനിച്ചിട്ടേ ഫലം കണ്ടെത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി പറയാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഫലം കിട്ടുമെന്ന് ചോദിക്കും. നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. നമ്മൾ അയൽവക്കത്തെ ചന്തയിൽ നിന്നൊരു 25 മൂട് ഏത്തവാഴ വിത്ത് മേടിക്കും. നമ്മൾ കൃഷി ചെയ്യുന്നു, 13 കൊലയ്ക്കുന്നു, 12 പോകുന്നു. ഫലം കണ്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ പോയ 12 വെക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇസ് ഇറ്റ് പോസിബിൾ? ആണോ? നടക്കുമോ? നല്ല പുത്തൻ കയറുകൊണ്ടാണ് തൊട്ടി കെട്ടിയത്. പക്ഷെ ഇട്ടിട്ട് തിരിച്ചു വലിച്ചപ്പം കയറങ്ങി പോരും, തൊട്ടി അവിടെ കിടന്നു. വെല്ലാൻ പറ്റുമോ? ക്യാൻസർ രോഗം ബാധിച്ച് ഇറന്ന് തൂങ്ങി ഇപ്പൊ മരിക്കുമെന്ന് പറയുന്നതുകൊണ്ട് പരുമല ഹോസ്പിറ്റലിലോട്ട് പോകുകയാണ്. അവിടെ ചെല്ലുന്ന ഒരു ട്രിപ്പ് ഇടുന്നു, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പിറ്റേ ദിവസം ലൈവായിട്ട് തിരിച്ചു കൊണ്ടിരുന്നു. വെറും സാധാരണ പനിയാണെന്ന് വിചാരിച്ചൊരു പനി ബാധിക്കുന്ന ഒരുത്തനെ കൊണ്ട് പെട്ടെന്ന് പരുമല ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. അവിടെ ചെന്നു, അങ്ങോട്ട് കയറിയുണ്ട്, ആളം കണ്ണടച്ചു. നമുക്ക് വല്ലതിനും പ്രാപ്തിയുണ്ടോ? ഉണ്ടോ? നമ്മൾ പറയാം വെറും പനിയായിരുന്നു, വെറും പനി. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഈ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലാമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചാണ്. ഉറപ്പാക്കിക്കൊണ്ട് ആർക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇനിയും നിങ്ങൾ നല്ലപോലെ ആലോചിക്കുക. ഇപ്പൊ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും, രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും, വെള്ളം കോരാൻ തൊട്ടി കിണറ്റിലേക്ക് ഇറക്കുമ്പോഴും, നമ്മൾ ജീവിതത്തിൽ വാഴ വെക്കുമ്പോഴും, കൃഷി ചെയ്യുമ്പോഴും, വ്യാപാരം ചെയ്യുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും ഞാൻ നടുന്നു, അപ്പൊല്ലോസ് നനയ്ക്കുന്നു, വളരുമാറാക്കുന്ന ദൈവം, വേറെ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഫലം പൂർണ്ണമായിട്ട് ഉറപ്പാക്കാൻ കഴിയുന്ന എന്തെങ്കിലും കണ്ടുപിടിക്കുക. എന്നാൽ അച്ഛൻ നമ്പർ മേടിച്ച് അച്ഛനെ പറഞ്ഞാലും മതി, അച്ഛനെ വിളിച്ച് പറയും ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആയുസ് മുഴുവൻ ശ്രമിച്ചാൽ കിട്ടത്തില്ല അങ്ങനെ കാര്യം. അതുകൊണ്ട് സഭ വേദപുസ്തകം നന്നായി പഠിച്ച സഭയാണ്.
വേദപുസ്തകം നന്നായി പഠിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സഭയ്ക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും വാങ്ങിപ്പോരുടെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. നമ്മുടെ ശരീരത്തിന്റെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നതാണ് സഭയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം ശ്വാസമെടുക്കുന്നത് ആന്തരികവും ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾക്കാണെങ്കിൽ സഭ പ്രാർത്ഥിക്കുന്നത് സഭയുടെ കാണാവുന്ന അവയവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ശരീരം വിട്ടുപോയ അവയവങ്ങൾക്ക് വേണ്ടിയും സർവ്വ സൃഷ്ടിക്കും വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. പലരും പ്രാർത്ഥിക്കുന്നത് രാവിലെയും വീട്ടും കഞ്ഞിയും കപ്പയും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിന്റെ അസംതൃപ്തിയാണ് പലരുടെയും പ്രാർത്ഥനാ വിഷയം. നമ്മളിപ്പോൾ അത് ശീലിച്ചു പോയി, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് ഈ പല പള്ളികളും കുർബാനയ്ക്ക് വരാത്ത ആൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ചില പള്ളികളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഞാൻ എൻ്റെ പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ ചെല്ലുന്നതിനും ഭയങ്കര കഴിവായിരുന്നു. 1000 പേര് വരുമെന്ന് ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് കുറച്ചിട്ടേ പോരാനിടയാകാവേ ഈ 1000 എന്നുള്ളത്. ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി 1000 ഇല്ല, അത് പ്രൊപ്പഗൻഡയാണ്. 650 ഉണ്ണിയപ്പം മേടിക്കുന്നുള്ളായിരുന്നു. അപ്പൊ 1000 പേർക്ക് 650 ഉണ്ണിയപ്പം കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലൊക്കെ ശ്രമിച്ചാൽ ഒരു 250 ആക്കിയിട്ടാണ് ഞാൻ പോരുന്നത്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 250 പേരാക്കിയിട്ട് ഞാൻ പോരുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ പ്രസംഗിക്കും 10 മിനിറ്റ്. ഞാൻ പറഞ്ഞു, കുർബാനയ്ക്ക് നമസ്കാരത്തിന് വരാൻ കഴിയാത്തവൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് 4:45 നമസ്കാരത്തിന് എന്നെ സാധിക്കാനാണ്. എന്തിനാ വരുന്നേ? ഒരു കാര്യമില്ല. എനിക്ക് പ്രതീക്ഷ ഇഷ്ടം പോലെ കിട്ടി, അതെനിക്ക് വിഷയമല്ല. കുർബാനയ്ക്ക് ഊന്നൽ കൊടുക്കാത്തവൻ ഇതിന് വന്ന് കയറിട്ട് എന്നെ സാധിക്കാനാ? അവിടെ കുർബാന ഇറങ്ങുമ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ പള്ളി പലപ്പോഴും പുരുഷനായിട്ട് കാണത്തുള്ളൂ. വീട് എഴുന്നൂറുള്ള പള്ളിയാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ, ആരുതർക്കും ഒരു വിഷയമല്ല. കർത്താവ് നമുക്ക് വേണ്ടി നിർവഹിച്ച വീണ്ടെടുപ്പ് പദ്ധതി ആഘോഷിക്കുന്ന കുർബാനയിൽ മാതാവിന്റെ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ സാക്ഷികളുടെ സമൂഹത്തെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന കുർബാനയിൽ സമത്വം വരാൻ കഴിയാത്തവൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവിടെ പ്രത്യേകിച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള പള്ളിയാണ്. അപ്പൊ അതിനകത്ത് സ്ഥലം കിട്ടണമെന്ന് നേരത്തെ വന്നേ പറ്റും. നേരത്തെ വന്ന് സ്റ്റാൻഡ് പിടിക്കുകയാണ്. ഒരു പ്രയോജനമില്ല, വെറും നിരർത്ഥകം. അത് പോകട്ടെ, ഇത് പറഞ്ഞു പോയാൽ എന്റെ സമയം പോകും. 4-മത്തേത്, കർത്താവ് എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരമെന്ന് തന്റെ സഭയ്ക്ക് പേര് കൊടുത്തതെന്ന് ചോദിച്ചാൽ, താൻ ശരീരവും രക്തവും മുറിച്ച് പങ്കിട്ട് ക്രൂശിൽ വെച്ച് നമുക്ക് നൽകി. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും വേദനപ്പെടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ബോഡി, അതൊരു ശരീരമായിരിക്കണം. അതുകൊണ്ട് വേദനപ്പെട്ട് മുറിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് വ്യക്തിപരമായി നാം ഓരോരുത്തരും, പൊതുവായി സഭയും. അതുകൊണ്ട് സഭയ്ക്ക് വേദന കാലാകാലങ്ങളുണ്ട് എന്നുള്ളത് മറ്റൊന്ന് മറിച്ച് ചിന്തിക്കാനോ സാക്ഷ്യം നഷ്ടപ്പെടുത്താനോ ഒന്നുള്ളൊരു ഉപാധിയല്ല. ക്രിസ്തു വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് താൻ ഇത്രമാത്രം വേദനപ്പെട്ടിട്ടും പിതാവാം ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിന്നതുപോലെ തന്നെ അടിസ്ഥാനപരമായി ക്രിസ്തുവിന്റെ വാക്കുകളോട് ചേർന്ന് നിന്ന് എത്ര വലിയ വേദനയിലും അവന്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് ലോകത്തോട് പറയാൻ, വേദനകളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിയോഗം എന്ന് പറയും. അതിനെ വിസ്മരിച്ചിട്ട് ഒരു ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് 4-മത് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പേര് കൊടുത്തത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തു തന്റെ ശരീരം മുറിച്ച് നമുക്ക് ഭക്ഷണവും രക്തം പകർന്ന് പാനീയവുമായി താനാകുന്ന ബലിപീഠത്തിൽ, താനാകുന്ന ബലിവസ്തുവിനെ, താനാകുന്ന മഹാപുരോഹിതൻ, താനാകുന്ന സ്വീകാരകൻ നിർവഹിച്ചതുപോലെ ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി മുറിക്കപ്പെടുവാനുള്ളവരാണ് നാം. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ ആവർത്തിക്കാൻ നേരമില്ല. അങ്ങനെ പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, സഭ ചെയ്യേണ്ട ഈ കാര്യം ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. നമുക്കറിയാം, ഒരു വലിയ വല, ദൈവരാജ്യത്തിന് സഭയ്ക്ക് വല എന്നുള്ള ഒരു വിശദീകരണം ഉണ്ടല്ലോ. ആ വല തുല്യമായിട്ടുള്ള 1000കണക്കിന് കണ്ണികൾ ചേരുന്നതാണ്. ഒരു കണ്ണിയും വലയോളം വലിപ്പമുള്ളതല്ല അളവിൽ, എന്നാൽ ഓരോ കണ്ണിയും ഗുണപരതയിൽ വലയോളം വലിപ്പമുള്ളതാണ്. എന്താ കാര്യം? ഏതെങ്കിലും ഒരു കണ്ണി വലയോളം വലിപ്പം വരുമോ? ഇല്ല. പക്ഷെ ഗുണപരതയിൽ ഓരോ കണ്ണിയും വലയോളം വലിപ്പം. എങ്ങനെയാണ്? ഒരു കണ്ണി പൊട്ടിയാൽ ചുറ്റുപാടും ബലഹീനമാകും, അങ്ങനെ സഭ മൊത്തം ബലഹീനമാകും. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടിൽ ഈ സഭ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഭാഗതയെ നിർവഹിക്കുമ്പോഴാണ് പൗലോസ് പറഞ്ഞതുപോലെ അവന്റെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ കുറവായുള്ള കഷ്ടാനുഭവങ്ങൾ കുറവായുള്ളത് പൂരിപ്പിക്കേണ്ടത് ആരാണ്?
അവന്റെ ശരീരമാണ്, സഭയാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ ഭാഗതയും പൂരിപ്പിക്കുന്നു പറയുന്ന പോലെ അത് പൂരിപ്പിക്കുവാനായി വീണ്ടെടുക്കപ്പെട്ടവരാണെന്നാണ്. അതുകൊണ്ട് സഭയുടെ അടിസ്ഥാന രൂപം എന്താണ്? വൈൻ റൈറ്റ്സ് രൂപം എന്താണ്? സഭ എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത്? അതിൽ എൻ്റെ റോൾ എന്താണ്? ഇത് മനസ്സിലാക്കിയൊരു പിതാവാണ് ഗീവർഗീസ് സഹോദരൻ. ഇത് മനസ്സിലാക്കിയൊരു പിതാവാണ് ഗീവർഗീസ് സഹോദരൻ. വളരെ ചെറിയ പ്രായത്തിൽ നമുക്കറിയാം, ചിത്രത്തിൽ ഒരു സർപ്പമുണ്ട്, ഒരു കന്യകയുമുണ്ട്. അങ്ങനെ ഒരു സർപ്പം ചരിത്രത്തിൽ ഉണ്ടായിരുന്നു, നമുക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും അങ്ങനത്തെ കണ്ടെത്തിയായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ റെപ്രസെന്റേഷനാണ്, തിന്മയുടെ റെപ്രസെന്റേഷൻ. തിന്മയെ നശിപ്പിച്ച് കന്യക എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകമാണ്. ജീവിതം ഹോമിക്കേണ്ടി വന്നാലും അവസാന ശ്വാസം വരെ നന്മയ്ക്ക് വേണ്ടി, അതിന്റെ വീണ്ടെടുപ്പ് കൊണ്ട് നിൽക്കുമെന്ന് ലോകത്തോട് ജീവിതം കൊണ്ട് സാക്ഷി പറഞ്ഞ, സാക്ഷ്യമരണം പ്രാപിച്ച ഒരു പിതാവാണ് നമ്മുടെ കാവൽ പിതാവ് എന്നുള്ളത് ജീവിതയാത്രയിൽ മറന്നു പോകരുത്. വെറും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന, സഭയെ ഒറ്റിക്കൊടുക്കുന്ന ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു സാഹചര്യമാണെന്ന് സഭയുടെ മുമ്പിൽ. എന്തിനാ അച്ഛനോട് വഴക്കിടാൻ വരുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? എൻ്റെ വീടുമായി വന്നിട്ട് എൻ്റെ പിള്ളേരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു ട്രോഫി കൊടുത്തപ്പം, മനസ്സിലായില്ലേ, എനിക്ക് കിട്ടാതെ പോയ പരിഗണന, ഇതൊക്കെയാണല്ലോ നമുക്ക് സഭയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പരാതികൾ. ഇതിലൊക്കെ അപ്പുറം എത്രയോ വലിയ ദർശനങ്ങളാണ് വാസ്തവത്തിൽ സഭയെന്ന് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ. ഇഗ്നോർ ചെയ്ത് കളയേണ്ടതൊക്കെ പ്രധാനപ്പെട്ടതായിട്ടും ഗൗരവമായി കാണേണ്ടതൊക്കെ നിസ്സാരവൽക്കരിച്ച് പോകുന്ന ഒരു കൂടിവരവ് മാത്രമായി ഇന്ന് സഭ മാറുമ്പോൾ ഇതിനപ്പുറം ചില ദർശനങ്ങളുണ്ട്. ഗീവർഗീസ് അത് നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്നതിലല്ലാതെ ഉപരിപ്ലവമായി ഒന്നിലും നമുക്ക് നിലനിൽക്കാൻ. ഇപ്പൊ ഞാൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയോ എന്ന് നിങ്ങൾ അന്വേഷിച്ച്, മാർത്തോമാസ്ലീഹയുടെ കാര്യം, നമ്മുടെ അടിസ്ഥാന പിതാവ് മാർത്തോമാസ്ലീഹയാണല്ലോ. നമ്മൾ പലപ്പോഴും കർത്താവ് വിശ്വാസിനൊക്കെ വിളിച്ചിട്ട് സത്യം ഞാൻ കോണ്ടെക്സ്റ്റ് ഉണ്ടാകുന്ന പോലും അറിയാതെയാണ് നമ്മൾ വർത്താനം പറയുന്നത്. മാർത്തോമാസ്ലീഹ അടിസ്ഥാനപരമായി വളരെ കൃത്യമായി, നിങ്ങൾ ഓർത്ത് വയ്ക്കും, 10 പേർ ആലില പോലെ വിറയ്ക്കുമ്പോൾ, കഥകടച്ചകത്തിരിക്കുമ്പോൾ തോമാസ്ലീഹ എവിടെ പോയതാ നിങ്ങളുടെ അഭിപ്രായത്തിൽ? വാഴയ്ക്ക് വളമിടാൻ പോയതാണോ? പച്ചക്കറി മേടിക്കാൻ പോയതാണോ? ഭയരഹിതനായ മനുഷ്യൻ, യഹൂദൻ അല്ല യൂദാഗോത്രക്കാരൻ. യൂദാഗോത്രക്കാരൻ ആരായിരിക്കും? അപ്പൻ പറയുന്നുണ്ട്, യാക്കോബ് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ. യൂദാ ഒരു ബാലസിംഹം എന്നാ പറയുന്നത്. പരാജയപ്പെടാത്ത മനുഷ്യൻ, അവൻ മടിഞ്ഞു കിടക്കും ഇര കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞ അന്വേഷണത്തിലാണ്. ആരെങ്കിലും ഇര കൊണ്ട് ഇട്ട് കൊടുത്താലും അവനും കടിക്കത്തില്ല, അവന് വേണ്ട. അവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഇര കൊണ്ട് മാത്രമേ അവന് തൃപ്തിപ്പെടാൻ പറ്റുള്ളൂ. അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കും ഇരയെ കാണുമ്പോ. മനസ്സിലായില്ലേ? അതാണ് മാർത്തോമാസ്ലീഹ. കയറി വന്നാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടാന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 10 പേര് പറഞ്ഞല്ലേ ഞാനിവിടെ കൂടെ കൂടിക്കോളാന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ ആരെങ്കിലും ഭൂതത്തെ കണ്ട് പേടിച്ചാണെന്ന് പറയും. ഈ 2 മറുപടി നമുക്കുണ്ടാവുള്ളൂ. ഈ മനുഷ്യൻ എവിടെയാണ് പോയത്? ഞാൻ മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ കർത്താവ് മരിച്ചത് അവൻ കൺമുമ്പിൽ കണ്ടതാണ്. ബാക്കി എന്താണ് സംഭവിച്ചെന്നറിയാൻ അവൻ അന്വേഷണത്തിലായിരുന്നു. ആ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിലാണ്, അല്ലെങ്കിൽ അന്വേഷണം തുടർന്ന് അവൻ പെട്ടെന്ന് ഈ 10 പേരുടെ അടുത്തോട്ട് വരുന്നത്. അവിടെ അവന്റെ റെസ്പോൺസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും അവൻ എവിടെയായിരുന്നുള്ളത്. 10 പേർ ആലില പോലെ വറച്ച് അകത്തിരിക്കുമ്പോൾ നമുക്കറിയാം, പേടിച്ച് അകത്തിരിക്കുമ്പോൾ ഒരു ഇല വന്ന് ഗ്ലാസ് തട്ടിയാലും നമ്മൾ മുന്നിലെ ഭയപ്പെട്ടു പോകും. ആ അവസ്ഥയിലാണ്. പൂച്ച മുറ്റത്തോടെ പോയ 2 മനുഷ്യന്മാർ 2 പോയെന്ന് നമ്മൾ പറയും. അവിടെയാണ് അവൻ കയറി അകത്തോട്ട് വരുമ്പോൾ അവർ പറയാം ഞങ്ങൾ കണ്ടു. അവൻ ചോദിച്ചു നിങ്ങൾ എന്നാ കണ്ടേ? ഞങ്ങൾ കർത്താവിനെ കണ്ടു. നല്ല കാര്യം, കയ്യിൽ കെട്ടപ്പെട്ട ഐ ഹാവ് ടു സീ, ഐ ആം ഇൻ സെർച്ച് ഓഫ് ഹിം, ഐ ഹാവ് ടു സീ. ഞാൻ അവനെ അന്വേഷിക്കുകയാണ്, എനിക്ക് അവനെ കാണണം. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചവൻ എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് പറഞ്ഞത് എക്കാലം ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് പോലും അങ്ങനെയാണ്. മാർത്തോമാസ്ലീഹയുടെ വിശ്വാസത്തിലാണ്. പറിച്ചു കളഞ്ഞാൽ, അതുകൊണ്ട് ജീവിതത്തിൽ ക്രിസ്തു എനിക്കാരാണെന്ന് ചോദിച്ചാൽ അച്ഛൻ പ്രസംഗിച്ച ആളാണ്, അല്ലെ പള്ളിയിൽ പറയുന്ന ആളാണ് എന്നല്ല, അതൊക്കെ എന്നെ കോൺട്രിബ്യൂട്ടറി ആണ്. പക്ഷെ അതേസമയത്ത് എന്റെ അന്വേഷണത്തിൽ, ഈ സഭാബന്ധത്തിൽ, തിരുവചനം വായിച്ച് വിശ്വാസബോധത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ അനുദിന ജീവിതത്തിന്റെ ദർശനം അവനാണ്, സാക്ഷ്യമെന്ന് പ്രാപിക്കാനുള്ള ഇൻസ്പിറേഷൻ അവനാണ്. ഗീവർഗീസ് നമ്മോട് പറയുന്ന കാര്യം അതാണ്. അപ്പൊ ആ നിലയിൽ ഗീവർഗീസുടെയും എല്ലാ വിശുദ്ധന്മാരുടെ വിശുദ്ധികളുടെയും മധ്യസ്ഥല ഭയപ്പെടുമ്പോൾ നമുക്കൊരു ദർശനം അടിസ്ഥാനപരമായി ഉണ്ടാവണം. അതിൽ സ്ഥായിയായി ജീവിക്കാനായിട്ട് കഴിയണം. ജീവിതം സഭ എന്ന് പറയുമ്പോൾ 4 ഭിത്തിക്കുള്ളുള്ള 4 പേരുടെ കാര്യമാണ്, തെറ്റിദ്ധരിക്കരുത്. നമ്മെ അതിന്റെ വളരെ കൃത്യമായി നമ്മുടെ ഒരു മേഖലയിൽ നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് നാം ആയിരിക്കുന്ന കണ്ണി
പൊട്ടിപ്പോകാതെ ബലവത്തായി ദൈവകൃപയിൽ ആശ്രയിച്ച് നല്ല ഉൾക്കാഴ്ചയോടെ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അവർ നല്ല ബോധ്യത്തോടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സമൂഹമായി കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ വലയിറക്കിയെങ്കിൽ മാത്രമേ ഇതിന് ശരിയായിട്ടുള്ളൊരു ഫലം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ പോക്കുകൊണ്ട് ഗീവർഗീസ് കർത്താവിനെയോ ആരെയെങ്കിലും ഈ സമൂഹത്തിൽ തലമുറയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടൊന്നുമില്ല, അത് അന്വേഷിച്ചിട്ട് പറയാല്ലേ. ഇപ്പൊ ഞാൻ പൊതുവിൽ പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് പറയുകയാണ്. പക്ഷേ ക്രിസ്തു അലക്ഷ്യമാക്കപ്പെടുന്നു, ഗീവർഗീസ് അലക്ഷ്യമാക്കപ്പെടുന്നു, അവർ സാക്ഷ്യങ്ങളൊക്കെ അലക്ഷ്യമാക്കപ്പെടുന്നതിൽ നിന്ന് ഒരു പിന്മാറ്റം നമുക്ക് അനിവാര്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അവസരത്തിൽ നിങ്ങൾ എല്ലാവരോടും നന്ദി